വെൽക്കം ടു റേഡിയൻറ്റ്. നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. ഒന്നാമത്തെ ചാപ്റ്റർ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഫുൾ ക്ലാസ് കാണാം. ഇനി നോട്ട് വേണമെന്നുള്ളവർക്ക് ഈ പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെയും ഫുൾ നോട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെയും PDF നോട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കാം. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി. ചാനൽ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒന്നാമത്തെ ചാപ്റ്ററിൽ കുറച്ച് ആൾക്കാർ ചാനൽ ജോയിൻ ചെയ്യുന്നതിൽ എന്തോ ബുദ്ധിമുട്ടുള്ളതായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പുതിയ ലിങ്കായി ഇപ്പോൾ കൊടുത്തേക്കുന്നത്. സോ അത് വഴി നിങ്ങൾക്ക് കയറാൻ പറ്റും. ഇൻ കേസ് പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ മുകളിലൊരു വാട്സാപ്പ് നമ്പർ കാണുന്നുണ്ടല്ലോ, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ വാട്സാപ്പിൽ ഞാനൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പുതിയ മെമ്പറാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം കയറുമ്പോഴത്തേക്ക് അതിനകത്ത് ഫയൽസ് ഒന്നും കാണത്തില്ല. നിങ്ങൾ അവിടെ നിന്ന് റിക്വസ്റ്റ് ചെയ്യണം. നിങ്ങൾ അവിടെ നിന്ന് എന്ത് ചെയ്താൽ മതി, ഇന്ന ചാപ്റ്ററിന് നോട്ട് വേണമെന്ന് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ എന്ത് ചെയ്യും, ആ നോട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഗ്രൂപ്പ് പോകുന്നത്. പലരും ഗ്രൂപ്പിൽ കയറിയിട്ട് നോട്ടൊന്നും കാണാത്തതുകൊണ്ട് ലെഫ്റ്റായി പോകുന്നത് ഞാൻ കണ്ടു. ആ സംഭവം ഇതാണ്, നിങ്ങൾ ആദ്യം കയറുകയല്ലേ, അപ്പോൾ അതിനകത്തുള്ള മുമ്പുള്ള മെസ്സേജുകൾ കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് കിട്ടണമെങ്കിൽ കയറിയിട്ട് നോട്ട് ചോദിച്ചാൽ മതി. ഇനി ഓൺലൈൻ ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും ഈ പറയുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ കഥ പറച്ചിലൊക്കെ നിൽക്കുന്നു. ഇനി നേരെ എന്ത് ചെയ്യാൻ പോവുകയാണ്, നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എന്തുവാണ് ചാപ്റ്ററിൻ്റെ പേര്? ടുവേർഡ്സ് ദ എമർജൻസ് ഓഫ് നാഷണൽ മൂവ്മെൻറ്റ്. ഇപ്പോൾ നാഷണൽ മൂവ്മെൻറ്റുകളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ എന്ത് പറഞ്ഞാൽ നിർത്തിയത്? നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ പറഞ്ഞു നമ്മുടെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെ, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടന്നു. പക്ഷേ അത് നോർത്ത് ഇന്ത്യയിൽ മാത്രമായിരുന്നു. മാത്രമല്ല അത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ അടിച്ചമർത്തി. അപ്പോൾ എന്തുകൊണ്ടാണ് ആ പറയുന്ന നാഷണൽ മൂവ്മെൻറ്റ് ഫെയിൽ ആയതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് നമ്മൾ ആ ചാപ്റ്റർ നിർത്തിയത് അല്ലേ. അവിടെ എന്താ നമ്മൾ പറഞ്ഞത്? പ്രധാനപ്പെട്ട കാരണം, നമ്മൾ ഇന്ത്യക്കാർക്കിടയിൽ അന്ന് എന്തില്ലായിരുന്നു, ഒരു യൂണിറ്റി ഇല്ലായിരുന്നു അല്ലേ, നമുക്ക് തമ്മിലൊരു ഐക്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യയിൽ നടന്ന ആ സമരത്തിൽ സൗത്ത് ഇന്ത്യക്കാർ ആരും ഇടപെട്ടില്ല. ഈവൻ നോർത്ത് ഇന്ത്യയിലുള്ള പല പ്രിൻസിപ്പൽ സ്റ്റേറ്റുകൾ പോലും എന്ത് ചെയ്തിട്ടില്ലായിരുന്നു, ആ സമരത്തിൽ പങ്കെടുത്തില്ലായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് അതറിയാം, നമ്മൾ ഇന്ത്യക്കാർക്കിടയിൽ എന്തില്ല, ഒരു ഒത്തൊരുമയില്ല എന്നുള്ളത് അറിയാം. നമുക്ക് ഇന്ത്യ അല്ല, അന്ന് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ ഇല്ലായിരുന്നല്ലോ. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധമൊക്കെ നടക്കുന്നത് കണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ അമേരിക്ക വന്നു ബോംബിട്ടു എന്നൊക്കെ പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ രണ്ട് രാജ്യങ്ങൾ ഏതോ ആയിക്കോട്ടെ, കുറേ പേര് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, കുറേ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. നമ്മൾ നോക്ക്, ഈ രണ്ട് രാജ്യങ്ങൾ എങ്ങോട്ടെങ്കിലും നമ്മുടെ ഇന്ത്യക്കാർ ഇന്ത്യൻ പട്ടാളത്തെ അയക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോ? നിങ്ങളുടെയും ബന്ധുക്കൾ ആരെങ്കിലുമൊക്കെ പട്ടാളത്തിലുണ്ടാവുമല്ലോ അല്ലേ. അവരെന്തിനാ അവിടെ പോയി ഫൈറ്റ് ചെയ്യേണ്ടേ? അതിൻ്റെ ആവശ്യം എന്താ നമ്മൾ ചിന്തിക്കത്തില്ലേ? ചിന്തിക്കൂലേ? ഇത് തന്നെയായിരുന്നു അന്നത്തെ ഇന്ത്യക്കാരുടെ അവസ്ഥയും അല്ലെങ്കിൽ മറ്റ് നാട്ടുരാജ്യങ്ങളുടെ അവസ്ഥയും. കാരണം ഇപ്പോൾ തിരുവിതാംകൂറിൻ്റെ ശത്രുവാണ് ആര്? കൊച്ചിയുടെ ശത്രുവാണ് ആര്? തൊട്ടപ്പുറത്ത് നമ്മുടെ ആരാണ്? നമ്മുടെ സാമൂതിരിയുടെ ശത്രുവാണ് തൊട്ടപ്പുറത്തുള്ള ഏതാണ്? കോലത്തിരി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നാട്ടുരാജ്യങ്ങളെല്ലാം തമ്മിൽ തല്ലായിരുന്നു. ഇനി മൈസൂർ നമ്മുടെ തിരുവിതാംകൂറിനെ യുദ്ധം ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ മൈസൂരിന് പ്രശ്നം വന്നാൽ നമ്മൾ അങ്ങോട്ട് പോയി ഇടപെടൂ? ഇല്ലല്ലോ. അപ്പോൾ ഇത് ബ്രിട്ടീഷുകാർക്ക് അറിയായിരുന്നു. ഇവന്മാർ മണ്ടന്മാരാണെന്നുള്ള കാര്യം ബ്രിട്ടീഷുകാർക്ക് നല്ല രീതിയിൽ അറിയായിരുന്നു. അപ്പോൾ അത് ചൂഷണം ചെയ്തുകൊണ്ടാണ് അവർ നമുക്കിട്ട് പണി തന്നുകൊണ്ടിരുന്നതും അവരെ നമ്മളൊരു കോളനിയാക്കി മാറ്റിയതും. ഇനി കഥ തുടങ്ങുന്നത് ഇനിയാണ്. ഈ 1857 കഴിഞ്ഞു. ഓക്കെ, 1858 ആയപ്പോഴത്തേക്കും ഇന്ത്യ എന്ന് പറയുന്ന ആരുടെ കയ്യിലായി? രാജ്ഞിയുടെ ഡയറക്റ്റ് റൂളിലായി. അപ്പോൾ അങ്ങനെ ഈ പറയുന്നപ്പോൾ ഇത് ഏത് നൂറ്റാണ്ടാണ്? അപ്പോൾ 1801 തൊട്ടുള്ളത് 19-ാം നൂറ്റാണ്ടാണ് അല്ലേ. അപ്പോൾ ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ 57 ആകുമ്പോൾ ഏതാണ്ട് പകുതിയായി. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതി കഴിയുന്നതോടുകൂടി ഈ യുദ്ധമൊക്കെ അവിടെ നടക്കുന്നതോടുകൂടി ആൾക്കാർക്കിടയിൽ ചെറിയ സംസാരങ്ങളും ചിന്തകളും ഒക്കെ വന്നു തുടങ്ങി. നമ്മൾ ഒരുമിച്ച് നിൽക്കണ്ടേ? ഈ പറയുന്ന ബ്രിട്ടീഷുകാർ പുറത്തുനിന്ന് വന്നവരല്ലേ, അവർ നമ്മളെ ഭരിക്കുന്നത് ശരിയാണോ, അവരുടെ നയങ്ങൾ ശരിയാണോ എന്നൊക്കെ ആൾക്കാർക്കിടയിൽ ഒരു ചിന്തയുണ്ടായി. അങ്ങനെ ഒരു നാഷണലിസം നമ്മുടെ ആൾക്കാർക്കുള്ളിലേക്ക് വന്നു. എന്ത് വന്നു? നാഷണലിസം, ഒരു ദേശീയത വരുന്നു. അങ്ങനെ ആ ദേശീയതയുടെ ഫലമായിട്ടാണ് നാഷണൽ മൂവ്മെൻറ്റുകൾ ഉണ്ടാകുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യ സമരമൊക്കെ അറിയാലോ, ഗാന്ധിജിയും നെഹ്റുവിനെയൊക്കെ അറിയാലോ. അപ്പോൾ അവരിലേക്കൊക്കെ എത്തുന്നത് എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഏതാണ്ട് ഈ പറയുന്നൊരു സമയത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു 1920 വരെയൊക്കെ ഉള്ള ഒരു സമയത്ത് ഇന്ത്യ നടന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റെഡിയാണല്ലോ? തുടങ്ങുകയാണേ. ഫസ്റ്റ് ഇവിടെ തന്നിരിക്കുന്നത് ഒരു നാടകത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ്. ഏതാ നാടകത്തിൻ്റെ പേര്? നീൽ ദർപ്പൺ. നമ്മളെവിടെയോ കേട്ടിട്ടുണ്ട് അല്ലേ, കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. ദീനബന്ധു മിത്ര എന്ന് പറയുന്ന ആൾ എഴുതിയ നീൽ ദർപ്പൺ എന്തിനെ ബേസ് ചെയ്തായിരുന്നു? ഇൻഡിഗോ കലാപത്തെ ബേസ് ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ പറയുന്നൊരു കാര്യം എന്താ, ഈ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് വായിച്ചു നോക്കി അറിയാം. നമ്മൾ ഇന്ത്യക്കാരെ ഈ പറയുന്ന ബ്രിട്ടീഷുകാരെ അടിച്ചമർത്തിക്കൊണ്ടിരുന്നത് എന്തുകൊണ്ടായിരുന്നു? നമുക്കൊരു യൂണിറ്റി ഇല്ലാത്തത് കൊണ്ടായിരുന്നു. അപ്പോൾ ഇവരെ ചെറുക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? നോക്കിയേ, ഈ നാടകം എന്തിനെ പറ്റിയത്? ദ നീഡ് ഫോർ ദ ഇന്ത്യൻസ് ടു സ്റ്റാൻഡ് ടുഗദർ അഗെയിൻസ്റ്റ് ദ എക്സ്പ്ലോയിറ്റേഴ്സ് അല്ലേ. നമ്മളെ ചൂഷണം ചെയ്യുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ എന്ത് ചെയ്യണം? ഒരുമിച്ച് നിൽക്കണം.
അല്ലേ, നമ്മൾ ഒരുമിച്ച് നിൽക്കണം അല്ലേ. ദ നീഡ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ഫോറിൻ ടൈറനി അല്ലേ, വിദേശത്ത് നിന്ന് വന്നവരുടെ ഈ പറയുന്ന സ്വേച്ഛാധിപത്യത്തിന് അല്ലെങ്കിൽ ഈ അഹങ്കാരത്തിനെതിരെ നമ്മൾ എന്ത് ചെയ്യണം, ഒരുമിച്ച് നിൽക്കണം. ഇമാൻസിപ്പേഷൻ ഫ്രം ദ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് വെച്ചാൽ എന്താ, ഈ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷനിൽ നിന്ന് നമുക്ക് എന്ത് വേണം, നമുക്കൊരു സ്വാതന്ത്ര്യം വേണം. അല്ലെങ്കിൽ ഇമാൻസിപ്പേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാണ്, അതിന് നമ്മൾ ഇല്ലാതാക്കണം, നമ്മൾ ആ ചൂഷണത്തിൽ നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ രക്ഷപ്പെടണം. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇടയിൽ എന്ത് വേണം, ഇന്ത്യക്കാരെന്ന് പറയുന്ന ഒരു യൂണിറ്റി വേണം. എന്ത് വേണം, ഇന്ത്യക്കാരെന്ന് പറയുന്ന ഒരു യൂണിറ്റി, ഒരു ഒത്തൊരുമ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ഒത്തൊരുമ ഉണ്ടായതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അല്ലേ, ബിഫോർ ദ ഇൻഡിപെൻഡൻസ് ഞാൻ ഇപ്പോൾ തൊട്ടുമ്പോൾ പറഞ്ഞ കാര്യം, ഇന്ത്യ വാസ് ഡിവൈഡഡ് ഇൻറ്റു മെനി പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സ് അല്ലെ, നമ്മൾ പല പല നാട്ടുരാജ്യങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെഗ്രിഗേഷൻ എക്സിസ്റ്റഡ് ഇൻ ഓൾ സ്പിയേഴ്സ് അല്ലെ, എല്ലായിടത്തും എന്താണ്, വേർതിരിവാണ്. ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, വസ്ത്രത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, സംസ്കാരത്തിൻ്റെ പേരിലൊക്കെ നമ്മൾ എന്ത് ചെയ്യായിരുന്നു, വേർതിരിഞ്ഞ് നിൽക്കുകയായിരുന്നു. എന്നാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതി കഴിയുന്നതോടുകൂടി നമ്മൾ എന്ത് പറ്റുന്നു, ഈ പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്കിടയിൽ ഒരു യൂണിറ്റി ഉണ്ടാകുന്നു. ഈ യൂണിറ്റിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നാഷണലിസം, മലയാളത്തിൽ ദേശീയത എന്ന് വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ദേശീയത ഉണ്ടായത് അല്ലേ, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്കെല്ലാം ബോധോദയം ഉണ്ടായതൊന്നും അല്ലല്ലോ. അതിന് പിന്നിലൊരു കാരണമില്ലേ. ആ കാരണത്തിൽ ഒരു 3 കാരണത്തെ പറ്റി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കും. അതിലൊന്ന് ബ്രിട്ടീഷുകാരുടെ എക്കണോമിക് പോളിസിയുമായി ബന്ധപ്പെട്ട് വന്ന കാര്യം, അടുത്ത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ വന്നത് കാരണമുണ്ടായ ഗുണങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ പത്രമാധ്യമങ്ങൾ അല്ലെങ്കിൽ ലിറ്ററേച്ചർ കാരണം നമ്മുടെ ആൾക്കാരിൽ എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ ഈ പറയുന്നുണ്ടല്ലോ, ഒരു നാഷണലിസം എന്ന ചിന്ത എങ്ങനെ വന്നു എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് എന്ത് വരുന്നത്, സോഷ്യൽ റിഫോം മൂവ്മെൻറ്റുകൾ നമ്മുടെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കുറച്ചുകൂടി ഈ യുദ്ധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ അക്രമം അല്ലാതെ നമ്മൾ എന്ത് ചെയ്തു, കുറച്ചുകൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സമര മാർഗ്ഗങ്ങളിലോട്ടൊക്കെ പോകുന്നത് ഇതിലൂടെയാണ്. അപ്പോൾ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റെഡിയല്ലേ? അപ്പോൾ നോക്കടാ, നാഷണലിസം ഇൻ ഇന്ത്യ നമുക്ക് എന്താ പഠിക്കാനുള്ളത്, ഇൻഡിപെൻഡൻസിന് മുന്നേ അല്ലെ നമ്മൾ എന്തായിരുന്നു, നമ്മൾ പല പല പ്രിൻസിലി സ്റ്റേറ്റുകളായിരുന്നു, നാട്ടുരാജ്യങ്ങളായിരുന്നു. അതിൽ ഈ ജാതി, മതത്തിൻ്റെ, ഭാഷയുടെ, ഡ്രസ്സിൻ്റെ, കൾച്ചറിൻ്റെ പേരിൽ നമ്മൾ എപ്പോഴും തമ്മിൽ നമ്മൾ വ്യത്യസ്തരായിരുന്നു. നോർത്ത് ഇന്ത്യ വേറെ, സൗത്ത് ഇന്ത്യ വേറെ, തമിഴൻ വേറെ, മലയാളി വേറെ, ഇങ്ങനെയായിരുന്നു നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ നമുക്ക് പിന്നീട് 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടി നമുക്ക് എന്ത് പറ്റി, ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ് വന്നു, നമുക്കൊരു സെൻസ് ഓഫ് യൂണിറ്റി വന്നു, അങ്ങനെ നമുക്കുള്ളൊരു ദേശീയത വന്നു, നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരാണെന്നുള്ള ചിന്ത നമുക്ക് വരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് അതിലേക്ക് എത്തിച്ച കാരണങ്ങൾ? അതിലാദ്യം വരുന്നതാണ് എന്ത്, ബ്രിട്ടീഷുകാരുടെ എക്കണോമിക് പോളിസിയും അതുണ്ടാക്കിയ ഇമ്പാക്റ്റും. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാമല്ലോ. നോക്കടാ, ഒന്ന്, ബ്രിട്ടീഷുകാരായിരുന്നു നമ്മുടെ പ്രിൻസിലി സ്റ്റേറ്റുകളെ കൺട്രോൾ ചെയ്തിരുന്നത്. കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിച്ചല്ലേ, ഇവന്മാർ ഓരോ നിയമങ്ങൾ കൊണ്ടുവന്ന്, ഓരോ കാരണങ്ങൾ കൊണ്ടുവന്ന് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാൻ തുടങ്ങി, നമ്മൾ ഓരോ പ്രിൻസിലി സ്റ്റേറ്റിനെയും അവരുടെ കയ്യിലാക്കാനായിട്ട് തുടങ്ങി. നല്ലൊരു കാര്യമാണോ? അല്ല. പ്രിൻസിലി സ്റ്റേറ്റ് ഉള്ളവർക്ക് അത് പിടിക്കുമോ? ഇല്ല. അങ്ങനെ പ്രശ്നങ്ങളായി. പോട്ടെ, അതും സഹിക്കാം. ഇവർ വന്നിട്ട് ഇവരുടെ ഓരോ നിയമങ്ങളുടെയും ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയെ സാമ്പത്തികമായിട്ട് കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നു. അതായത് ഇവിടെ നിന്നുള്ള റോ മെറ്റീരിയൽസ് ഒക്കെ കടത്തി എങ്ങോട്ട് കൊണ്ടുപോവുക, ബ്രിട്ടീഷുകാർ അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഇവിടെ എന്താ ഗുണം, അവർ നമ്മൾ ഇന്ത്യയെ കണ്ടത് എന്തായിട്ടാണ്, നമ്മുടെ മലയാളത്തിൻ്റെ ഭാഷയുണ്ട്, കറവ പശു എന്ന് പറയും. അതായത് നല്ല റിസോഴ്സ് ഉള്ള കുറേ മണ്ടന്മാർ താമസിക്കുന്ന സ്ഥലമാണ് ഇന്ത്യ അല്ലേ. അതുകൊണ്ടല്ലേ റോബർട്ട് ക്ലൈവ് എന്ന് പറഞ്ഞത്, ഇത്രയും 2000 പട്ടാളക്കാരെ തന്നാൽ ഞാൻ ഇന്ത്യ മൊത്തം പിടിച്ചെടുക്കാമെന്ന്. അപ്പോൾ നമുക്കിടയിൽ ഒരു സെൻസ് ഓഫ് യൂണിറ്റി ഇല്ല, നമ്മൾ വെറും മണ്ടന്മാരാണ്, നമ്മൾ എന്ത് ചെയ്യാം, എങ്ങനെയും അങ്ങോട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഇവിടെയുള്ള നല്ല റിസോഴ്സുകളുണ്ട് അല്ലേ, സ്പൈസസ് ഉണ്ട്, ഗോൾഡ് ഉണ്ട്, കോട്ടൺ ഉണ്ട്, ഇതെല്ലാം എന്ത് ചെയ്യാം, നൈസായിട്ട് അടിച്ചുകൊണ്ട് പോകാം. അതായിരുന്നു അവരുടെ ഉദ്ദേശം. അതാണ് അവരുടെ എക്കണോമിക് പോളിസിയുടെ എല്ലാം ലക്ഷ്യം എന്തായിരുന്നു, നമ്മൾ ഇന്ത്യക്കാരെ എന്ത് ചെയ്യുക എന്നുള്ളതായിരുന്നു, സാമ്പത്തികമായിട്ട് കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നു. ആയിരുന്നു. അപ്പോൾ നോക്കി ഇവിടെ എന്താ പറയുന്നത്, നോക്കി, ദ ബ്രിട്ടീഷ് കൺട്രോൾ ഓവർ ദ ഇന്ത്യൻ സ്റ്റേറ്റ് അല്ലെ, മെനി പ്രിൻസിലി സ്റ്റേറ്റ്സ് വെയർ ക്യാപ്ചേർഡ് ബൈ ദ ബ്രിട്ടീഷ്. ഓരോ നിയമങ്ങൾ, ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ഒക്കെ കൊണ്ടുവന്ന് പിടിക്കാൻ തുടങ്ങി. എന്നിട്ട് അവരവിടെ പുതിയ എക്കണോമിക് പോളിസികൾ അവിടെ കൊണ്ടുവന്നു. അങ്ങനെ ഇന്ത്യ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരുടെ എന്തായിട്ട് മാറി, ഒരു കോളനി ആയിട്ട് മാറി. എന്ന് വെച്ചാൽ അവരുടെ സാധനങ്ങൾ, അവർക്ക് ഇഷ്ടമുള്ള റോ മെറ്റീരിയൽസ് ഇവിടെ എന്ത് ചെയ്യുക, കൊണ്ടുവരിക, അത് ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയിലേക്ക് എടുത്തുകൊണ്ട് പോവുക. മാത്രമല്ല എന്താണ്, അവരുടെ സാധനങ്ങൾ കൊണ്ടുവിൽക്കാനുള്ളൊരു മാർക്കറ്റ് കൂടിയാക്കി ഇന്ത്യയെ മാറ്റുക അല്ലേ. ഇന്ത്യ വാസ് യൂസ്ഡ് ടു സപ്ലൈ റോ മെറ്റീരിയൽസ് ഫോർ ദ ബ്രിട്ടീഷ് ഇൻഡസ്ട്രീസ്. ഇറ്റ് ഓൾസോ ബിക്കം ദ മാർക്കറ്റ് ടു സെല്ല് ബ്രിട്ടീഷ് മെയ്ഡ് പ്രോഡക്റ്റ്. അതായത് ഇവിടെ നിന്നുള്ള കോട്ടൺ കൊണ്ടുപോയിട്ട് അവിടെ തുണിയാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് 4 ഇരട്ടി വിലയ്ക്ക് വിൽക്കുക എന്നുള്ള പോലത്തെ പരിപാടികളാണ് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പ്രധാനപ്പെട്ട എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേത് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ വാസ് ദെയർ മെയിൻ ഗോൾ. ആ പോയിന്റ് പഠിച്ചു വെച്ചോളണേ. എന്തുവാണ്, സാമ്പത്തികമായി നമ്മളെ ചൂഷണം ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. വെൽത്ത് വാസ് ടേക്കൺ ഫ്രം ഇന്ത്യ ടു ബെനിഫിറ്റ് ബ്രിട്ടൻ അല്ലേ. ഇന്ത്യയിലുള്ള വെൽത്ത് മൊത്തം ബ്രിട്ടന് വേണ്ടിയിട്ട് അടിച്ചുകൊണ്ട് പോകുക എന്നുള്ളതായിരുന്നു.
അപ്പോൾ അത് ഇന്ത്യക്കാരെ എങ്ങനെ എഫക്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ സിമ്പിളാണ്. നമ്മൾ നീലം കർഷകരുടെ കാര്യത്തിൽ പഠിച്ചതാണ് അല്ലേ. നമുക്ക് ആവശ്യമുള്ള ആഹാരം കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്ന നട്ടുകൊണ്ടിരുന്ന കൃഷിക്കാരുടെ എന്നിട്ട് പറയാണ്, നിങ്ങൾ ഇനി തൊട്ട് നെല്ല് കർഷകർ, നിങ്ങൾ നെല്ല് നടണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇൻഡിഗോ നട്ടാൽ മതി. ഈ ഇൻഡിഗോ വിശപ്പ് മാറ്റാൻ കഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവർക്ക് ആവശ്യമാണെന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്തു, നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചു. നമുക്ക് എന്ത് പറ്റി, നമ്മൾ കഷ്ടത്തിലായിപ്പോയി അല്ലേ. നമ്മൾ ആൾക്കാർ മൊത്തം എന്തായി, പട്ടിണിയിലായിപ്പോയി, തൊഴിലില്ലാത്തവരായിപ്പോയി. മാത്രമല്ല തൊഴിലുണ്ടെങ്കിൽ അതിൻ്റെ മുക്കാലും എന്ത് ചെയ്യണം, നികുതിയായിട്ട് ഇവന്മാർക്ക് തന്നെ കൊടുക്കണമായിരുന്നു. നല്ല നൈസായിട്ട് നമ്മളെ തേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ ഫാർമേഴ്സും ആർട്ടിസൻസും സ്മോൾ ട്രേഡേഴ്സും ട്രൈബൽ കമ്മ്യൂണിറ്റിയും ഒക്കെ എന്ത് ചെയ്തു, ഇവർക്കെതിരായിട്ട് തിരിഞ്ഞു. അപ്പോൾ ഇത്തരം ആൾക്കാർക്കിടയിൽ എന്തുണ്ടായി, നമ്മൾ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ഇവന്മാർ നമുക്കിട്ട് പണി തരുമെന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ എത്തി. അങ്ങനെ ഇന്ത്യയിൽ എന്ത് തുടങ്ങി, റെസിസ്റ്റൻസ് തുടങ്ങി അല്ലെ. ഈ സ്മോൾ ഗ്രൂപ്പുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതാണ് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചത് അല്ലേ. നമ്മൾ ഇൻഡിഗോ കലാപം പഠിച്ചു, സന്യാസി റെബലിയം പഠിച്ചു, മുണ്ടാൾ കലാപം പഠിച്ചു അല്ലെ. എന്താണ് സാന്താൾ കലാപം പഠിച്ചു. ഇതൊക്കെ എന്താണ് ഈ കലാപങ്ങൾ ഉണ്ടായത്, ഇതിനെതിരെ ആയിരുന്നു. ഇനി നമ്മൾ പഠിച്ചല്ലോ ഈ പറയുന്ന നാട്ടുരാജ്യങ്ങളിൽ ഝാൻസിയും അതുപോലെ തന്നെ ഈ പല ആൾക്കാർ സമരം ചെയ്തതും നമ്മുടെ തമിഴ്നാട്ടിലുള്ളവർ സമരം ചെയ്തതും ഒക്കെ എന്തിനായിരുന്നു, അവർ ഈ പറയുന്ന രാജ്യങ്ങൾ പിടിച്ചെടുക്കുന്നത് കാരണമായിരുന്നു. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും ഇവർക്കിടയിൽ എന്തുണ്ടായി, ഒരു സെൻസ് ഓഫ് യൂണിറ്റി ഉണ്ടായി. അപ്പോൾ ഇതിനെല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന മണ്ടന്മാരെന്ന് തന്നെ പറയണം. കാരണം അവർ നമുക്ക് നല്ല രീതിയിൽ ഇന്ത്യക്കാരിൽ കുറേ പേർക്ക് എന്ത് കൊടുത്തു, നല്ല വിദ്യാഭ്യാസം കൊടുത്തു, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുത്തു. അവരുടെ ഉദ്ദേശം വേറെ ആയിരുന്നെങ്കിലും അത് അവരുടെ തിരിച്ചടിയായിട്ട് മാറുകയാണ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ദാദാബായി നവറോജി, RC ദത്ത, മഹാദേവ ഗോവിന്ദ റാനഡെ നമ്മുടെ ഇന്ത്യയിൽ ദേശീയത അല്ലെങ്കിൽ ആ ഒരു സെൻസ് ഓഫ് നാഷണലിസം കൊണ്ടുവരാൻ സഹായിച്ച ആദ്യകാലത്തെ പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഈ പറയുന്ന ദാദാബായി നവറോജിയും RC ദത്തയും MG റാനഡെ എന്നറിയപ്പെടുന്ന മഹാദേവ ഗോവിന്ദ റാനഡെയും. ഇവർക്കൊക്കെ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസം ഉള്ളപ്പോൾ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, ചിന്തിക്കാൻ തുടങ്ങി. ചിന്തിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ബ്രിട്ടീഷുകാർ കാണിക്കുന്നത് ശരിയാണോ, അല്ല. അവർ നമ്മുടെ ഇന്ത്യയിലോട്ട് വന്നു, ആയിക്കോട്ടെ, സാധനങ്ങൾ വാങ്ങാൻ വന്നു, കുഴപ്പമില്ല, കൊടുത്തുവിടാം. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് സാധനം ഇവർക്ക് മാത്രം വിൽക്കണമെന്നായി, അതും സഹിക്കാം. പിന്നെ ഇവർക്ക് ഫാക്ടറി ഉണ്ടാക്കണമെന്നായി, പോട്ടെ സാരമില്ല. പിന്നെ കോട്ട കെട്ടണമെന്നായി, ശരി ക്ഷമിക്കാം. പിന്നെ പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഓരോ നാട്ടുരാജ്യങ്ങൾ പിടിക്കാൻ തുടങ്ങി. അപ്പോഴും ചുമ്മായിരുന്നു. കാരണം എന്താ, നമ്മുടെ നാട്ടുരാജ്യം അല്ലല്ലോ, അവൻ്റെ രാജ്യമല്ലേ പിടിച്ചെടുക്കുന്ന, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു, നമ്മുടെ മുറ്റത്തും വന്നെത്തി. അപ്പോൾ മനസ്സിലായി പണിയാണ്. മാത്രമല്ല, പോട്ടെ, ബ്രിട്ടീഷുകാരുടെ അവരുടെ അടിമയായിട്ട് അങ്ങ് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ അവൻ അപ്പോഴും വെറുതെ വിടുന്നുണ്ടോ, ഇല്ല. ഓരോ നിയമങ്ങളും നയങ്ങളും കൊണ്ടുവന്ന് നമ്മളെ അങ്ങോട്ട് കൊള്ളയടിക്കുകയാണ്, ജീവിക്കാൻ വിടുന്നില്ല. അപ്പോൾ ഇത് ശരിയാണോ എന്ന് ഇവർ ചിന്തിച്ചു. അവരെന്ത് പറ്റി, അവർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡീസ് നടത്തി. അവർക്ക് മനസ്സിലായി എന്താണ്, നമ്മളെ ബ്രിട്ടീഷുകാർ നമ്മളെ ഇന്ത്യയെ എക്കണോമിക്കലി എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് അല്ലേ. ഭരിക്കുന്നതും അല്ല, നമ്മൾ സാമ്പത്തികമായി ചൂഷണം ചെയ്ത് നമ്മുടെ ആൾക്കാരെ മൊത്തം പട്ടിണിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവരെന്ത് ചെയ്തു, ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ നാഷണൽ മൂവ്മെൻറ്റുകൾക്ക് തുടക്കം കുറിച്ചു. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, ഇന്ത്യക്കൊരു ദേശീയത, ഇന്ത്യക്കൊരു സെൻസ് ഓഫ് നാഷണലിസം ഉണ്ടായതിൻ്റെ ഒന്നാമത്തെ കാര്യം ബ്രിട്ടീഷുകാരുടെ എക്കണോമിക് പോളിസികളാണ്. എങ്ങനെയൊക്കെയാണ് നമുക്കത് എഫക്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റും. ഒന്ന്, അവർ പ്രിൻസിലി സ്റ്റേറ്റുകളെ പിടിച്ചടക്കി. അവർ ബ്രിട്ടീഷിൻ്റെ ഒരു കോളനിയാക്കി ഇന്ത്യയെ മാറ്റി. അവർ നമ്മളെ എക്കണോമിക്കലി എന്ത് ചെയ്യാൻ, അടിച്ചുകൊണ്ട് പോകാനായിട്ട് ഓരോ നിയമങ്ങളും കാര്യങ്ങളും കൊണ്ടുവന്നു. അങ്ങനെ നമ്മൾ ഇന്ത്യക്കാർ പട്ടിണിയായി. അവരതിനെതിരെ പ്രതികരിക്കാനായിട്ട് തുടങ്ങി. ദാദാബായി നവറോജിയെയും RC ദത്തയെയും MG റാനഡെയും പോലെയുള്ളവർ ഇത്തരം ഈ പറയുന്ന എക്സ്പ്ലോയിറ്റേഷനെ പറ്റി പഠിക്കുകയും അത് നമ്മുടെ സാധാരണക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്തു. അങ്ങനെ നമുക്കൊരു നാഷണലിസത്തിൻ്റെ സെൻസ് ഉണ്ടായി. അടുത്ത് വരുന്നത് എന്താണ്, നമ്മുടെ വെസ്റ്റേൺ എഡ്യൂക്കേഷനെ പറ്റിയിട്ടാണ്. ഓക്കെ, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് വിദ്യാഭ്യാസം തന്നവരല്ലേ, നല്ല ഉദ്ദേശം ഉണ്ടായിരിക്കുമോ? ഒന്നുമല്ല. അവന്മാരുടെ ഉദ്ദേശം എന്തായിരുന്നു? ഒന്ന് നോക്കിയേ, അവരുടെ സുപ്പീരിയോറിറ്റി കാണിക്കുക. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോഴും ഇതുണ്ടല്ലേ, ഇല്ലേ? ആലോചിച്ച് നോക്കിയേ, ഇംഗ്ലീഷ് പറയാൻ അറിയാത്തവർ നമ്മൾ ഇപ്പോഴും കളിയാക്കാറില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും അല്ലേ. സ്കൂളിലായാലും ഇനി അങ്ങോട്ട് എവിടെ പോയാലും നിങ്ങൾ വളർന്നു കഴിഞ്ഞാലും ഇംഗ്ലീഷ് ഭാഷ അറിയാമെന്നുള്ളവൻ, വിവരമുള്ളവനും അത് അറിഞ്ഞുകൂടാത്തവൻ മണ്ടനും എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ ഇന്ത്യക്കാർക്കിടയിൽ നല്ലോണം ഉണ്ടോ ഇല്ലേ? ഉണ്ട്. ഇംഗ്ലീഷ് പറയുന്നവൻ ഇനി അവൻ പൊട്ടത്തനം പറഞ്ഞാൽ പോലും അവൻ കിടിലമാണെന്ന് നമുക്ക് തോന്നും. അത് എവിടുന്നാണ് വന്നേ? അത് ബ്രിട്ടീഷുകാരായിട്ട് നമുക്കിവിടെ ഉണ്ടാക്കി വെച്ചതാണ്. കാരണം മലയാളം പോലെ അല്ലെങ്കിൽ ഹിന്ദി പോലെ തമിഴ് പോലെ ഒരു ഭാഷ മാത്രമാണ് ഇംഗ്ലീഷും. അല്ലാതെ ഇംഗ്ലീഷും പ്രത്യേകിച്ച് കൊമ്പൊന്നുമില്ല. പക്ഷേ ഇത് കൊമ്പുണ്ടെന്നും ഇത് പഠിച്ചാലേ നിങ്ങൾ കിടിലമാകുമെന്നുള്ളൊരു സെൻസ് നമ്മുടെ ഉള്ളിൽ പണ്ടേ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർ കൊണ്ടെത്തി. അവരെന്ത് ചെയ്തു, ദേ സബ്ജുഗേറ്റഡ് ദ ഇന്ത്യൻ കൾച്ചർ, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന കൾച്ചറിനെ താഴ്ത്തി കെട്ടാനായിട്ട് അവരെന്ത് ചെയ്തു, ഭാഷയെ ഉപയോഗിച്ചു. അതായത് ഇന്ത്യൻ ഭാഷയൊക്കെ പറയുന്നത് മോശം, നമുക്ക് പലപ്പോഴും ഉണ്ടല്ലേ. മലയാളം പറയുന്നത് ഭയങ്കര കുറച്ചിലാണ്. നമുക്ക് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ അതിനകത്ത്, പ്രത്യേകിച്ച് ഞാൻ കാണുന്നത് എവിടെയെന്ന് വെച്ചാൽ ഈ
ചില സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ നടക്കാറുണ്ടല്ലോ, നമ്മൾ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാറുണ്ടല്ലോ. അവർ വെൽ ലൈക്ക് ദാറ്റ് ലെറ്റ് മീ ഇങ്ങനെ കുറേ വാക്കുകൾ അടിച്ചു വിടും അല്ലേ. എന്തിനാണ് ഇത് പറയുന്നവനും മലയാളി, ഇത് കേൾക്കുന്നവനും മലയാളി, പിന്നെ എന്തിനാണ് ഇതിനിടയിൽ അല്ലേ പോട്ടെ. ഇപ്പോൾ പുറത്തൊക്കെ വിദേശത്തൊക്കെ പഠിച്ചിട്ട് വന്ന ഭാഷ നന്നായിട്ട് അറിയാമെന്നുള്ള നമ്മുടെ ശശി തരൂരിനെ പോലെയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അവർ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരാവശ്യമില്ലാത്തടത്തൊന്നും എന്ത് ചെയ്യാറില്ല, ഇംഗ്ലീഷ് കുത്തിക്കയറ്റാറില്ല. അതാണ് അറിവുള്ളവൻ്റെ ലക്ഷണം. മറ്റതെന്തുവാണ്, ഷോ ഓഫ് കാണിക്കുക. ഇവന്മാരും അത് തന്നെ ഉദ്ദേശിച്ച് ഇംഗ്ലീഷ് പഠിച്ചാലേ നിങ്ങൾ കിടിലാവുമോ എന്നുള്ളൊരു നയം നമുക്കെതിരെ കൊണ്ടുവന്ന് തന്നു. നമ്മളെ ഭാഷ പറഞ്ഞാൽ അത് കുറച്ചിലാണ്. അങ്ങനെ നമ്മുടെ കൾച്ചറിനെ എന്ത് ചെയ്തു, അവർ മോശപ്പെടുത്തി കാണിച്ചു. മാത്രമല്ല ഇതെല്ലാത്തിനേക്കാൾ ഉപരി ഈ സായിപ്പന്മാരെ അല്ലെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഗ്രൂപ്പ് വേണം അല്ലേ. അവർ ഇന്ത്യയിലോട്ട് വന്നു, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലേ പറഞ്ഞതാണ് അല്ലേ. ബ്രിട്ടീഷ് പട്ടാളത്തിലെ ആൾക്കാർ പകുതി മുക്കാലും ആരായിരുന്നു, ഇന്ത്യക്കാരായിരുന്നു. എന്തുകൊണ്ടാണ് അവർ പട്ടാളത്തിൽ ചേർന്നത്, അവർക്ക് ഗുണം കിട്ടുമെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അവർ വിചാരിച്ചു എന്താണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവന്മാർ ഇംഗ്ലീഷൊക്കെ പഠിപ്പിച്ചൊരു സെറ്റാക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും, ഞങ്ങളോട് നല്ല രീതിയിൽ അനുകമ്പയുള്ള അല്ലേ, സിമ്പതറ്റിക് ടു ദം, അവരോട് കൂറുള്ള അല്ലേ, നന്ദിയുള്ള നായയെപ്പോലെ എന്ത് വേണം, കുറച്ച് ഇന്ത്യക്കാരെ അവർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതാണ് അവർ വിചാരിച്ചത്. ഓക്കെ, ദ സെക്ഷൻ ഓഫ് ഇന്ത്യൻസ് ഹൂ വുഡ് ബി സിമ്പതറ്റിക് ടു ദം അല്ലേ, മോൾഡ് എ സെക്ഷൻ ഓഫ് ഇന്ത്യൻസ്, എന്താണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഇന്ത്യക്കാരെ ഉണ്ടാക്കുക. ഈ ഇന്ത്യക്കാരെന്തായിരിക്കും, ബ്രിട്ടീഷുകാർക്ക് ലോയലായിരിക്കും, അവർക്ക് വിശ്വസ്തതയുള്ളവരായിട്ട് മാറും അല്ലേ. അവർ പഠിപ്പിച്ചെടുക്കുന്നു. അപ്പോൾ ആ ഭാഷയോടും അവർ കൊടുക്കുന്ന ജോലിയോടും ഒക്കെ സ്നേഹം ഉണ്ടാകും. സ്വന്തം നാടിനെ മറന്ന് എന്ത് ചെയ്യും, അവർ അവന്മാരെ കൂടെ നിൽക്കും എന്ന് അവർ വിചാരിച്ചു. പക്ഷേ പ്രശ്നം, വിദ്യാഭ്യാസം കിട്ടിയപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് കാര്യം മനസ്സിലായി. എന്താണ്, ഈ ഡെമോക്രസി എന്നൊന്ന് ഉണ്ടെന്നും ഇവന്മാർ കാണിക്കുന്ന ഡെമോക്രസി അല്ലെന്നും, നമുക്ക് ഫ്രീഡം വേണമെന്നും നമുക്ക് ഈക്വാലിറ്റി വേണമെന്നും, എഗലിറ്റേറിയനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുല്യതയുള്ളൊരു സൊസൈറ്റി എന്നാണ്. അതുപോലെ ഈക്വൽ ജസ്റ്റിസ് വേണം അല്ലേ. ബ്രിട്ടീഷുകാരനും ഇന്ത്യക്കാരനും രണ്ട് നിയമമൊന്നുമില്ല, ഒരു നിയമം വേണമെന്നും ശാസ്ത്രീയ ബോധവും സിവിക് റൈറ്റുകൾ അല്ലെങ്കിൽ സിവിൽ റൈറ്റുകളെ പറ്റിയിട്ടുള്ള ബോധവും അവർക്ക് വന്നു. അതായത് മനുഷ്യന് പ്രാഥമികമായിട്ട് വേണ്ട കുറേ കാര്യങ്ങളൊന്നും ബ്രിട്ടീഷുകാർ നമുക്ക് തരുന്നില്ല. ഇത് സായിപ്പിന് കിട്ടുന്നുണ്ട്, നമുക്ക് കിട്ടുന്നില്ല. ആ ബോധം നമുക്ക് ഇന്ത്യക്കാർക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ചുമ്മാ ഇരിക്കുമോ, നമ്മൾ ചുമ്മാ ഇരിക്കത്തില്ല അല്ലേ. നോക്കിയത് ഇന്ത്യൻസ് ഹൂ ഗോട്ട് അക്വിൻറ്റഡ് വിത്ത് ദീസ് ഐഡിയാസ് അല്ലേ, ഇത് മനസ്സിലാക്കിയ ഇതുമായിട്ട് പരിചയമായ ഇന്ത്യക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി, വണ്ടേഡ് ഹൗ ദിയർ കൺട്രി കെയിം അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ അല്ലേ. അപ്പോൾ അവർക്ക് മനസ്സിലായി എന്താ ഇത്രയും കാര്യങ്ങളുള്ള അല്ലേ, ഇത്രയും സ്വന്തമായി റിസോഴ്സുള്ള ഈ പണ്ടേ ഇതിൻ്റെ അപ്പുറം വലിയ ബിൽഡിങ്ങുകളൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അത്രയും ആർക്കിടെക്റ്റും അത്രയും ബുദ്ധിയുള്ള സയൻറ്റിസ്റ്റുമാരുണ്ടായത്, നമ്മൾ എങ്ങനെയാണ് ഈ മണ്ടന്മാരുടെ ഇടയിലായത് എന്ന് ചിന്തിച്ചു. അവരെന്ത് ചെയ്യാൻ തുടങ്ങി, അവർ ഈ പറയുന്ന ബ്രിട്ടീഷ് റൂളിന് എതിരായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ ബ്രിട്ടീഷ് റൂൾ അവസാനിപ്പിക്കണമെന്ന് പറയാൻ തുടങ്ങി. മാത്രമല്ല വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു, ഈ ഭാഷയുടെ പ്രശ്നം അങ്ങോട്ട് മാറിക്കിട്ടി. കാരണം തമിഴിന് മലയാളം അറിഞ്ഞൂടാ, മലയാളിക്ക് എന്തറിയില്ല, ഹിന്ദി അറിയില്ല, ഹിന്ദിക്ക് ബംഗാളി അറിയില്ല, ബംഗാളിക്കാരന് മറാത്തി അറിയില്ല. പക്ഷേ ഇംഗ്ലീഷ് പഠിപ്പിച്ചപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് സംസാരിക്കാൻ എന്ത് കിട്ടി, ഒരു ഭാഷ കിട്ടി അല്ലേ. ഒരു കോമൺ ലാംഗ്വേജ് ഓഫ് എക്സ്ചേഞ്ച് ടു ഐഡിയാസ് കിട്ടി അല്ലേ. എന്താണ്, ഒരു കോമൺ ഭാഷ ഇവർക്ക് കിട്ടി. കോമൺ ഭാഷ കിട്ടിയപ്പോൾ ഹിന്ദിക്കാരനായാലും മലയാളി ആയാലും ഒരുമിച്ച് ഇംഗ്ലീഷ് സംസാരിച്ചാൽ മനസ്സിലാവും. അപ്പോൾ കാര്യം പിടികിട്ടി. ബ്രിട്ടീഷുകാർ ആ നാട്ടിലും ഈ നാട്ടിലും നമുക്കിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, പണി വെച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് മനസ്സിലായി ഇത് ശരിയാവത്തില്ല അല്ലേ. ഓക്കെ, അപ്പോൾ എന്ത് പറ്റി, കോമൺ ലാംഗ്വേജ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ഫോർ ദ പീപ്പിൾ കമ്മിങ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി. അങ്ങനെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ എന്ത് ചെയ്തു, അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ വീക്ക്നെസ് ഓഫ് ദ കൺട്രി, ദിസ് ലെഡ് ടു ദ എമർജൻസ് ഓഫ് നാഷണലിസം. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി എന്താണ്, ഈ പറഞ്ഞ പോക്ക് ശരിയാവത്തില്ല. അപ്പോൾ എങ്ങനെയാണ് ഇവിടുന്ന് ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വരുന്നത്, നോക്കിയേ. ഹൗ ഡിഡ് ദ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഹെൽപ്പ് ഇൻ ഡെവലപ്പിംഗ് നാഷണലിസം എമംഗ് ഇന്ത്യൻസ് എന്നൊരു ചോദ്യം ചോദിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും, ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യം. നമ്മൾ എന്ത് പറയും, മോഡേൺ എഡ്യൂക്കേഷൻ്റെ വരവോടുകൂടി എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇന്ത്യക്കാർക്ക് എന്തോ കിട്ടി തുടങ്ങി, ബ്രിട്ടീഷുകാർക്ക് അവരെ നാട്ടിൽ കിട്ടുന്ന പോലെയുള്ള പുതിയ എഡ്യൂക്കേഷൻ രീതികൾ കിട്ടി. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. 19-ാം നൂറ്റാണ്ടിട്ടാണ് വരുന്നത്. എപ്പോഴാണ് നമ്മൾ ഈ 1857 യുദ്ധം കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറ്റി, ബ്രിട്ടീഷുകാരുടെ കയ്യിൽ അല്ലെങ്കിൽ ഈ രാജ്ഞിയുടെ കയ്യിലായല്ലോ. അപ്പോൾ അവിടെ ഉള്ള കുറേ നിയമങ്ങൾ അവരിവിടെയും കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇംഗ്ലീഷ് ഭാഷ കിട്ടുന്നത്. അവരുടെ പർപ്പസ് എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടേത്, ഒന്ന് ബ്രിട്ടീഷിൻ്റെ സുപ്പീരിയോറിറ്റിയുടെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, നമ്മളെ കൾച്ചറലി നമ്മളെ കൺട്രോൾ ചെയ്യുക അല്ലേ. നമ്മൾ ഒരു കാലത്ത് നമ്മൾ മലയാള സിനിമ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു ഈ നസീറിൻ്റെയും ഉമ്മറിൻ്റെയൊക്കെ പണ്ടത്തെ മലയാള പടങ്ങൾ നമ്മൾ എടുത്താലേ അവരുടെ ഡ്രസ്സിംഗ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുറേ സിനിമയിൽ അവർ മലയാളികളെ പോലെയാണെങ്കിൽ ബാക്കിയിൽ എന്താണ്, കോട്ടും സൂട്ടും ഇല്ലേ, വലിയ ബംഗ്ലാവ്, കാറ്, ഇംഗ്ലീഷിലെ സംസാരം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഒരു സമയം അങ്ങനെയായിരുന്നു. അതായത് ഈ സാധനം ഫോളോ ചെയ്താലേ നമ്മൾ കിടിലങ്ങളാവുള്ളൂ എന്നൊരു തോന്നൽ. അതാണ് ഇവിടെ പറയുന്നത്, കൾച്ചറലി കൺട്രോൾ ദ ഇന്ത്യൻസ് അല്ലെ, നമ്മളെ കൾച്ചറിനെ തന്നെ ഇല്ലാതാക്കി അവരുടെ കൾച്ചർ ഇങ്ങോട്ട് കൊണ്ടുവരിപ്പിച്ചു. ഓക്കെ, ഇനി എയിംഡ് ടു ക്രിയേറ്റ് എ ക്ലാസ് ഓഫ് ഇന്ത്യൻ ലോയൽ ടു ദ ബ്രിട്ടീഷ് അല്ലേ, ബ്രിട്ടീഷുകാരോട് കൂറുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഇന്ത്യക്കാരെ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത്.
പക്ഷേ അവർ ഉദ്ദേശിക്കാത്ത അൺഇൻറ്റൻഡഡ് ഇമ്പാക്റ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ അവർ പ്രതീക്ഷിക്കാത്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെമോക്രസിയെ പറ്റിയിട്ടും ഫ്രീഡത്തെ പറ്റിയിട്ടും ഇക്വാലിറ്റിയെ പറ്റിയിട്ടും സയൻറ്റിഫിക് തിങ്കിങ്ങും സിവിൽ റൈറ്റുകളെ പറ്റിയിട്ടും നമുക്ക് എന്ത് കിട്ടി? അറിവ് കിട്ടി. അങ്ങനെ ഈ പറയുന്ന പുതിയ അറിവ് വന്നപ്പോൾ ഇന്ത്യൻസ്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി? ചോദ്യം ചെയ്യാൻ തുടങ്ങി. അതായത് നോക്കിയേ, വൈ വാസ് ഇന്ത്യ അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ, അല്ലേ? എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർ ബ്രിട്ടീഷിൻ്റെ ഇടയിൽ ആയത്? ഇത് എങ്ങനെ മാറ്റാൻ പറ്റും? എങ്ങനെ നമുക്ക് ഫ്രീഡം കിട്ടും എന്നുള്ള കാര്യത്തെപ്പറ്റി അവർ ചിന്തിക്കാൻ തുടങ്ങി. മാത്രമല്ല, എല്ലാവർക്കും സംസാരിക്കാനായിട്ടൊരു കോമൺ ഭാഷ കിട്ടി. അങ്ങനെ എന്ത് പറ്റി? പല സ്ഥലത്തുള്ള ആൾക്കാരും ഒരുമിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു നാഷണൽ യൂണിറ്റി ഉണ്ടായി. അങ്ങനെ എല്ലാവരും സംസാരിച്ചു തുടങ്ങിയപ്പോൾ നമുക്ക് എന്ത് പറ്റി? നമ്മുടെ ദേശീയ പ്രശ്നമാണല്ലേ, എൻ്റെ മാത്രമല്ല ഈ നാടിൻ്റെ മൊത്തം പണിയാണ് ഈ പറയുന്ന ബ്രിട്ടീഷുകാരെന്നുള്ള കാര്യം മനസ്സിലായി. നമ്മുടെ രാജ്യത്തെ അവർ എല്ലാ തരത്തിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പ്രശ്നത്തിലോട്ട് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മനസ്സിലായി. അങ്ങനെ നമുക്ക് എന്തുണ്ടായി? നാഷണലിസം ഉണ്ടായി. ബോറടിച്ചു തുടങ്ങിയോ? ഒരു ചെറിയ ടോപ്പിക്കും കൂടി പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ ക്ലാസ് നിർത്താം. അതാണ് ലിറ്ററേച്ചർ ആൻഡ് ന്യൂസ് പേപ്പർ. ഇനി ഇതാണ് വലിയ നമ്മുടെ ഇന്ത്യ. ഇവിടെ ഡൽഹി നടക്കുന്നൊരു കാര്യം നമ്മൾ മലയാളികൾ എങ്ങനെയാണ് അറിയുന്നത്? അല്ലെ, ബംഗാളികളുടെ പ്രശ്നത്തെപ്പറ്റി നമ്മൾ മറാത്തികൾ എങ്ങനെ അറിയുന്നത്? അറിയാനൊരു വഴി വേണ്ടേ? ആ വഴിയായിരുന്നു ലിറ്ററേച്ചറും ന്യൂസ് പേപ്പറും. കഥകളിലൂടെയും കവിതകളിലൂടെയും ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി? അന്നത്തെ ഇന്ത്യക്കാരുടെ അവസ്ഥ പറയാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും നമുക്ക് എന്ത് പറ്റി? നമുക്ക് വായനാശീലം ഉണ്ടല്ലോ. അപ്പോൾ ഈ ഇംഗ്ലീഷൊക്കെ വന്നപ്പോൾ എന്ത് പറ്റി? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബുക്കുകൾ വായിക്കാനും അത് തർജ്ജമ ചെയ്ത് അവരവരുടെ ഭാഷയിലോട്ട് മാറ്റാനും ഒക്കെ ശ്രമിച്ചു. അപ്പോൾ കഥയും കവിതയും കാര്യങ്ങളും ഒക്കെ എല്ലാ ആൾക്കാർക്കും മനസ്സിലായി. അത് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നും അന്നില്ലല്ലോ. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യം നമ്മൾ എങ്ങനെ അറിയുന്നത്? പത്രത്തിലൂടെയാണ്, അല്ലേ? അല്ലെങ്കിൽ അവിടുത്തെ സാമൂഹിക പ്രശ്നം നമ്മൾ എങ്ങനെ അറിയുന്നത്? അവിടുത്തെ എഴുതിയ ഒരു ബുക്കോ നാടകമോ നമ്മൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ആ നാട്ടിൽ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി. സോ അതാണ് പറയുന്നത്. ഓക്കെ, ലിറ്റററി വർക്ക് ആൻഡ് ന്യൂസ് പേപ്പർ പ്ലേഡ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ സ്പ്രെഡിങ് നാഷണലിസം ഇൻ ഇന്ത്യ. ഓക്കെ, ദ പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ദാറ്റ് റിഫ്ലക്റ്റഡ് ഇൻ ദ ലിറ്ററേച്ചർ, അല്ലെ? നമ്മൾ ഈ പറയുന്ന ആൾക്കാരുടെ സഫറിങ്സും നമ്മൾ ഈ പറയുന്ന ആൾക്കാർ നെഗ്ലക്ട് ചെയ്തും അവരുടെ എക്സ്പ്ലോയിറ്റേഷനെ പറ്റിയിട്ടൊക്കെ എന്ത് ചെയ്തു? പല സ്ഥലത്തുള്ളതും ആൾക്കാർ പരസ്പരം അറിയാനായിട്ട് തുടങ്ങി. പ്രധാനപ്പെട്ട അങ്ങനത്തെ കുറച്ച് ആൾക്കാരെ പറ്റി നമുക്ക് അറിയണം. ദീനബന്ധുമിത്ര നമ്മൾ പഠിച്ചു. നീൽ ദർപ്പൺ എന്ന് പറയുന്ന എഴുതിയത്. ബങ്കിം ചന്ദ്ര ചാറ്റർജി നിങ്ങൾ കേട്ടിട്ടുണ്ട്. രവീന്ദ്രനാഥ ടാഗോർ, വള്ളത്തോൾ നാരായണ മേനോൻ, സുബ്രഹ്മണ്യ ഭാരതിയെ പോലെയുള്ളവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇത്തരം കൃതികൾ എഴുതി തുടങ്ങി. അത് ജനങ്ങൾ വായിക്കാൻ തുടങ്ങി. വായനയിലൂടെ അറിവ് കിട്ടി. അറിവ് കിട്ടിയപ്പോൾ അവർ ബ്രിട്ടീഷുകാരുടെ നയങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. കുറച്ച് പ്രധാനപ്പെട്ട ലിറ്റററി ഫിഗേഴ്സും അവരുടെ ഭാഷയും നമുക്കൊന്ന് നോക്കാം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയും രവീന്ദ്രനാഥ ടാഗോറും എഴുതിയിരുന്നത് ബംഗാളി ഭാഷയിലാണ്. ലക്ഷ്മിനാഥ ബേസ് ബറുവ, അല്ലേ? ലക്ഷ്മിനാഥ് ബേസ് ബറുവ ആസാമീസ് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ആസാമി ഭാഷ, അതുകൊണ്ടാണ് ഈ ബേസ് ബറുവ ഒക്കെ നമ്മൾ വരുന്നത്. നമുക്ക് പരിചയമില്ലല്ലോ. വിഷ്ണു ശാസ്ത്രി ചിപ്ലുങ്കർ, നല്ല പേരല്ലേ? വിഷ്ണു ശാസ്ത്രി ചിപ്ലുങ്കർ മറാത്തി ഭാഷയിൽ എഴുതിയ ആളാണ്. ഇനി സുബ്രഹ്മണ്യ ഭാരതി തമിഴ്നാട്ടുകാരാണ്, തമിഴ് ഭാഷയിലാണ് എഴുതിയത്. അടുത്തെന്താണ്? ഭാരതേന്ദു ഹരീഷ് ചന്ദ്രയും പ്രേംചന്ദ്ര, ഭാരതേന്ദു എന്ന് തന്നെയല്ലേ? അതെ, ഹിന്ദി ഭാഷയിൽ എഴുതിയിരുന്നു. അൽത്താഫ് ഹുസൈൻ അലി ഉറുദുവിലാണ്. വള്ളത്തോൾ നാരായണ മേനോൻ മലയാളത്തിലാണ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ഓർത്ത് വയ്ക്കണം. ഓക്കെ, എങ്ങനെ ഓർത്ത് വയ്ക്കാം? നോക്കി, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങിൽ വരാം. ഇങ്ങനെ ആലോചിച്ചാൽ മതി. നോക്കിയേ, നമുക്ക് ടാഗോർ അറിയാം, അല്ലേ? ടാഗോർ ബംഗാളിലെ ബാങ്കിൽ പോയി എന്ന് ആലോചിച്ചാൽ മതി. ടാഗോർ ബംഗാളിലെ ബാങ്കിൽ പോയി. അവിടെ പോയപ്പോൾ ആസാമുകാരി ലക്ഷ്മി അവിടെ നിൽക്കുകയാണ്. ആര് നിൽക്കുകയാണ്? ആസാമിലെ ലക്ഷ്മി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ആരുണ്ട്? വിഷ്ണുവും ഉണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും രവീന്ദ്രനാഥ് ടാഗോറിനെ കണ്ടിട്ട് എന്ത് ചെയ്യാണ്? മറഞ്ഞു നിൽക്കുകയാണ്. എന്ത് ചെയ്യാണ്? മറഞ്ഞു നിൽക്കുകയാണ്. എങ്ങനെയുണ്ട് എൻ്റെ കോഡ്? മനോഹരമല്ലേ? അപ്പോൾ എന്താണ്? ടാഗോർ ബംഗാളിലെ ബാങ്കിൽ പോയി. ടാഗോർ, രവീന്ദ്രനാഥ ടാഗോർ, ബംഗാളി ഭാഷ, ബാങ്ക് ബങ്കിം ചന്ദ്ര ചാറ്റർജി, ഒറ്റ സെറ്റ്. അപ്പോൾ ബംഗാളി ഭാഷയിൽ എഴുതിയ രണ്ടുപേരും ആരൊക്കെയാണ്? രവീന്ദ്രനാഥ ടാഗോറും ബങ്കിം ചന്ദ്ര ചാറ്റർജിയും. അവിടെ പോയി ആരെയാ കണ്ടേ? ആസാമിലെ ലക്ഷ്മിയെ കണ്ടു. ആസാമീസ് ഭാഷയിൽ എഴുതിയത് ലക്ഷ്മിനാഥ്. ആസാമീസ് ഭാഷയിൽ എഴുതിയത് ലക്ഷ്മിനാഥ്. ലക്ഷ്മിയുടെ കൂടെ ആരുണ്ടായിരുന്നു? വിഷ്ണു ഉണ്ടായിരുന്നു. വിഷ്ണു എന്ത് ചെയ്ത് നിൽക്കുകയായിരുന്നു? വിഷ്ണു മറഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പോൾ വിഷ്ണു ശാസ്ത്രി ചിപ്ലുങ്കർ എന്താണ്? മറാത്തി ഭാഷയിൽ എഴുതുന്ന ആളാണ്. എങ്ങനെയുണ്ട്? വെറൈറ്റി അല്ലേ? ഇനി നമുക്ക് അടുത്തിലോട്ട് പോവാം. അപ്പോൾ കോഡ് എന്തുവാണ് ഒന്നുകൂടി പറയാം. ടാഗോർ ബംഗാളിലെ ബാങ്കിൽ പോയി. അവിടെ ആസാമിലെ ലക്ഷ്മി ഉണ്ടായിരുന്നു, വിഷ്ണു ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും എന്ത് ചെയ്യായിരുന്നു? മറഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പോൾ ബംഗാളി ഭാഷയിൽ എഴുതുന്നത് ടാഗോറും ബങ്കിം ചന്ദ്ര ചാറ്റർജിയും. ആസാമി ഭാഷയിൽ എഴുതുന്നത് ലക്ഷ്മിയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ നിന്ന് ലക്ഷ്മിനാഥ് ബേസ് ബറുവ എന്ന് കിട്ടും. അടുത്ത് വിഷ്ണു മറഞ്ഞു നിൽക്കുന്നതെന്ന് മറാത്തി. അപ്പോൾ വിഷ്ണു ശാസ്ത്രി ചിപ്ലുങ്കർ മറാത്തി ഭാഷ, തെറ്റാണ്. അടുത്ത് സുബ്രഹ്മണ്യ ഭാരതി തമിഴ് ഭാഷ.
ഇതാണ് സുബ്രഹ്മണ്യ ഭാരതി. ഈ കൊമ്പമീശയുള്ള ആളാണ്. നിങ്ങൾ ഇയാൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? തമിഴിലൊരു പാട്ടുകാരനുണ്ട്, ഹിപ്പ് ഹോപ്പ് തമിഴൻ, കേട്ടിട്ടുണ്ടോ? ഈ മീസയും മുറുക്കും എന്നൊക്കെ പറഞ്ഞൊരു പാട്ടൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അങ്ങയുടെ ഈ പറയുന്ന മീസയും മുറുക്കും എന്ന് പറയുന്ന ഹിപ്പ് ഹോപ്പ് തമിഴൻ്റെ ഈ ഒരു മീശ കാണിക്കും. അത് ഈ പുള്ളിയുടെ മീശയാണ്, കൊമ്പം മീശയാണ്. ഭയങ്കര ഭാഷ കൊണ്ട് ഭയങ്കര നവോത്ഥാനമൊക്കെ നടത്തി തമിഴ്നാട്ടിലൊരു കിടിലൻ വ്യക്തിയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഓർത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സുബ്രഹ്മണ്യ ഭാരതി തമിഴാണ്. ഇനി അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദുവാണ്. ഇവിടെ ഈ ഉറുദു ഭാഷയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹിന്ദി ഭാഷയും പേർഷ്യൻ ഭാഷയും അറബിക് ഭാഷയും കൂടിയൊക്കെ ചേർന്നിട്ടുണ്ടായതൊരു ഭാഷയാണ് എന്തെന്ന് പറയുന്നത്, ഉറുദു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടോട്ട് ഈ ഉറുദു ഭാഷ, ഹിന്ദി ഇവിടെ മണ്ടേ ഉണ്ടെന്ന് പറഞ്ഞു പോട്ടെ, പേർഷ്യനും അറബിക്കും കൊണ്ടുവന്ന ആരാ? അത് മുസ്ലിംസ് ആണ് അല്ലേ? അവിടെ നിന്ന് വന്ന മുസ്ലിം ആയിട്ടുള്ള ആൾക്കാരാണ്. ആരാ? സുൽത്താനേറ്റും പിന്നെ വരുന്ന മുഗൾ സാമ്രാജ്യം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചതിനകത്ത് ഏക മുസ്ലിം പേര് എന്താണ്? അത് അൽതാഫ് ഹുസൈൻ ഹാലിയാണ് അല്ലേ? അപ്പോൾ മുസ്ലിം പേര് അൽതാഫ് ഹുസൈൻ ഹാലി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എഴുതുന്ന ഭാഷയെ ഉറുദു ആണെന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റത്തില്ലേ? പറ്റുമല്ലോ, പറ്റും. നമ്മളിന്ന് പഠിച്ച ഏക മുസ്ലിം ഭാഷ അല്ലേ? അറബ് ഭാഷയും പേർഷ്യൻ ഭാഷയും മുസ്ലിം മതക്കാരാണ് കൂടുതൽ സംസാരിക്കുന്നത്. ഇന്ത്യയിലല്ല, അവരുടെ നാട്ടിൽ. ഇന്ത്യയിൽ എല്ലാവരും എല്ലാ ഭാഷയും സംസാരിക്കും. ഇന്ത്യയിൽ അങ്ങനെ ഇന്ന മതത്തിന് ഇന്ന ഭാഷയൊന്നുമില്ല. അപ്പോൾ അൽതാഫ് ഹാലി ഹുസൈൻ, അപ്പോൾ ഉറുദു എന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റും. വള്ളത്തോൾ നാരായണമേനോ മലയാളം എന്ന് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ പഠിത്തം നിർത്തി പോകുന്നതാണ് നല്ലത്. പിന്നെ വരുന്ന ആരൊക്കെയാണ്? ഹരിചന്ദ്രയും പ്രേംചന്ദും ഹിന്ദിയാണ്. ഹരിചന്ദ്രയും പ്രേംചന്ദും ഹിന്ദി ഓർത്ത് വയ്ക്കാൻ പറ്റും. പറ്റും 2-3 തവണ വായിക്കാൻ പറ്റും. തീർന്നു. ക്ലാസ് ഇപ്പോൾ അവസാനിക്കും. തീർന്നു. നോക്കിയോ, ഇനി പത്രത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ പത്രങ്ങൾ കൊണ്ടുവന്നൊരു പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് നമ്മുടെ രാജാറാം മോഹൻ റോയ്. കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവെന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. സതി എന്ന് പറയുന്ന ആചാരമൊക്കെ നിർത്തലാക്കിയതൊക്കെ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. നല്ല വിവരമുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ ഇന്ത്യയിൽ എന്താണ് ഈ പറയുന്ന ജേർണലിസത്തിൻ്റെ കാര്യങ്ങൾ ആദ്യം കൊണ്ടുവന്നത്, പത്രപ്രവർത്തനമൊക്കെ കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന് 2 പത്രമാണ് ഉള്ളത്. പേര് പഠിക്കണം: സംബാദ് കൗമുദി, അതുപോലെ മിറാത്തുൽ അക്ബറും. സംബാദ് കൗമുദി. നോക്കടാ, ഈ ബാ എന്ന് പറയുന്ന ഭാഷ കൂടുതൽ ഉപയോഗിക്കുന്ന ആരാണ്? ബംഗാളികളാണ്. ഓക്കെ, നോക്കടാ, നമ്മൾ സംവാദം എന്നേ കേട്ടിട്ടുള്ളൂ അല്ലെ? സംവാദം, ചർച്ച. പക്ഷെ ഇത് നോക്കിയേ, സംവാദം എന്നാണ്. ബ. അപ്പോൾ ബാ എന്ന് പറയുമ്പോൾ അത് ബംഗാളി ഭാഷയാണെന്ന് ആലോചിച്ച് വെക്കണം. അപ്പോൾ സംവാദ് കൗമുദി എന്ന പത്രം രാജാറാം മോഹൻ റോയ് എഴുതിയത് ബംഗാളി ഭാഷയിലാണ്. ഇനി മിറാത്തുൽ അക്ബർ, വീണ്ടും മതം കയറി വരികയാണ്. മിറാത്തുൽ അക്ബർ മുസ്ലിം ഭാഷ അല്ലെ? മുസ്ലിം എന്നൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ മുസ്ലിമായ ഒരാളുടെ പേര് പോലും ഉണ്ട് അല്ലേ? മിറാത്തുൽ അക്ബർ. അപ്പോൾ ഏത് ഭാഷയായിരിക്കും? അത് പേർഷ്യൻ ഭാഷയിലായിരിക്കും. ഏത് ഭാഷയിലായിരിക്കും? പേർഷ്യൻ ഭാഷയിലായിരിക്കും. കാരണം ഈ 2 പേര് നിങ്ങൾ പഠിക്കും പരീക്ഷയ്ക്ക്. മിറാത്തുൽ അക്ബറും പഠിക്കും, അതുപോലെ സംവാദ് കൗമുദി പഠിക്കും. പക്ഷേ അത് ഏത് ഭാഷയിലുള്ളത് മറന്നു പോകുമ്പോഴാണ് ഞാൻ ഈ കോഡ് ഉപയോഗിക്കുന്നത്. എന്താണ്? സംവാദ് ബാ വന്നതുകൊണ്ട് അത് ബംഗാളി. മിറാത്തുൽ അക്ബർ എന്ന് പറയുമ്പോൾ ഈ ഉള്ളെന്നൊക്കെ പറയുന്നത് എന്തായാലും ഒരു അറബിക് ഭാഷ പോലെയാണ്. അപ്പോൾ അത് പേർഷ്യൻ ഭാഷയിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പത്രങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു 2-3 പത്രത്തിൻ്റെ പേര് പറഞ്ഞാൽ തീർന്നു. നോക്കടാ, അമൃത ബാസാർ പത്രിക. അമൃത ബാസാർ പത്രിക, ബാ ഫോർ ബംഗാളി. അമൃത ബാസാർ പത്രിക, ബാ ഫോർ ബംഗാളി അല്ലേ? അമൃത ബാസാർ പത്രിക ബംഗാളി. ഹിന്ദുവും ടൈംസ് ഓഫ് ഇന്ത്യയും ഇപ്പോഴും ഉണ്ട്, നമുക്കറിയാം. അത് ഇംഗ്ലീഷ് പത്രങ്ങളാണ്. മാതൃഭൂമിയുണ്ട്, മലയാളം പത്രമാണ്. അല്ലമീൻ മാത്രം എക്സ്ട്രാ പഠിച്ചാൽ മതി, അത് ഒരു മലയാളം പത്രമാണ്. ഇപ്പോൾ നിലവിലില്ലെങ്കിലും അല്ലമീൻ എന്ന് പറയുന്നൊരു പത്രം ഉണ്ട്. ഓക്കെ, അപ്പോൾ അമൃത ബാസാർ പത്രിക ഒരു ന്യൂസ് പേപ്പറാണ്. ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ്. ഹിന്ദുവും ടൈംസ് ഓഫ് ഇന്ത്യയും ഇംഗ്ലീഷിലാണ്. മാതൃഭൂമിയും അല്ലമീനും മലയാളത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന പത്രത്തിലൂടെ ഒറ്റ പോയിന്റ് കൂടെ പറഞ്ഞ് നിർത്താം. ബോറടിക്കുമെന്ന് എനിക്കറിയാം. ഒറ്റ പോയിന്റ് കൂടെ പറഞ്ഞ് നിർത്താം. ഇവിടെ നോക്കടാ, ഈ പറയുന്ന പത്രങ്ങളിലൂടെ ആൾക്കാർക്ക് ചിന്ത വന്നു, ബുദ്ധി വന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരന്മാർക്ക് മനസ്സിലായി എന്തോ പണി വരുന്നുണ്ട്, എന്ത് ചെയ്യും? യവന്മാർ പത്രത്തിൽ അങ്ങ് പൂട്ടിക്കാം. അപ്പോൾ എന്ത് കൊണ്ടുവന്നു? നാട്ടുഭാഷാ പത്ര നിയമം എന്ന് മലയാളത്തിൽ പറയുന്ന വെർണക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവരുന്നു. ലോർഡ് ലിട്ടൺ. ആര് കൊണ്ടുവരുന്നു? ലോർഡ് ലിട്ടൺ. വൈസ്രോയി ആണ് ലോർഡ് ലിട്ടൺ. അപ്പോൾ ലോർഡ് ലിട്ടൺ എന്ത് കൊണ്ടുവരുന്നു? വെർണക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവന്നിട്ട് പറയുന്നു, മതി നീയൊക്കെ അങ്ങനെ സൗകര്യത്തിന് പത്രമൊന്നും ഇറക്കണ്ട. പത്രം ഇറക്കുന്നു ഞങ്ങളെന്താണ് സെൻസർ ചെയ്തിട്ട് ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവർക്കെതിരെ സംസാരിച്ച പത്രങ്ങളെ അവരെന്ത് ചെയ്തു? അടച്ചുപൂട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സ്വദേശാഭിമാനി പത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരാളിവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ തിരുവനന്തപുരത്തുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം ഒരു പത്രാധിപരായിരുന്നു, എന്നുവെച്ചാൽ ഓണറല്ല, എഡിറ്ററായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്രം ഉണ്ടായിരുന്നു, സ്വദേശാഭിമാനി പത്രം. അതൊക്കെ പണ്ട് ഇതുപോലെ പൂട്ടി കളയുന്നുണ്ട്. അത് പൂട്ടിയത് ബ്രിട്ടീഷുകാരല്ല, തിരുവിതാംകൂറിൻ്റെ ദിവാനായിരുന്നു പൂട്ടിയത്. അപ്പോൾ അങ്ങനെ അവർക്കെതിരെ എഴുതുന്ന പത്രങ്ങളെ പൂട്ടാനൊരു നിയമം കൊണ്ടുവന്നു. പത്രത്തിൻ്റെ പേര് അല്ലെങ്കിൽ നിയമത്തിൻ്റെ പേര് വെർണക്കുലർ പ്രസ് ആക്ട്. മതി. ഇതിൽ കൂടുതലൊന്നും താങ്ങത്തില്ല. നമ്മൾ ഇന്ന് ഇത്രേ പഠിക്കുന്നുള്ളൂ. ഈ പോയിന്റ് കൂടി പറഞ്ഞ് നിർത്തുകയാണ്. നാഷണലിസത്തിൽ ലിറ്ററേച്ചറിൻ്റെ റോൾ എന്താണ് നോക്കിയേ. ദ റൈറ്റേഴ്സ് ബിഗൻ ടു പ്രൊട്ടസ്റ്റ് ദ ബ്രിട്ടീഷ് റൂൾ ത്രൂ ദിയർ ലിറ്റററി വർക്ക്. അല്ലെ, ബ്രിട്ടീഷിൻ്റെ ഈ പറയുന്ന തെറ്റായ നിയമത്തെ പറ്റിയിട്ട് അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? അവരുടെ കൃതികളിൽ എഴുതാനായിട്ട് തുടങ്ങി. ആൾക്കാരുടെ സഫറിങ്ങും അവരെ ഈ പറയുന്ന നെഗ്ലക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ എക്സ്പ്ലോയിറ്റേഷനും ഒക്കെ ആയിരുന്നു ബുക്കിന് പ്രധാനപ്പെട്ട തീംസ് ആയിട്ട് മാറിയത്. അത് കഥകളിലൂടെയും കവിതകളിലൂടെയൊക്കെ ആൾക്കാർ എഴുതാൻ തുടങ്ങി. അങ്ങനെ ആൾക്കാർക്കിടയിൽ എന്ത് പറ്റി? ഒരു
ഒരു ദേശസ്നേഹവും അല്ലെ ഒരു ദേശീയ ബോധവും ഒക്കെ വരാൻ തുടങ്ങി. അങ്ങനെ പ്രധാനപ്പെട്ട റൈറ്റേഴ്സാണ് പറയുന്നത്. കണ്ടോ, ആരൊക്കെയാണ് ഓർമ്മയുണ്ടോ? ബങ്കിം ചന്ദ്ര ചാറ്റർജി, ദീനബന്ധു മിത്ര, രവീന്ദ്രനാഥ ടാഗോർ, വള്ളത്തോൾ, സുബ്രഹ്മണ്യ ഭാരതി, ബങ്കിം അല്ലേ, ഭർത്തേന്ദു ഹരീഷ് ചന്ദ്ര, അതുപോലെ വരുന്നതാണ് പ്രേംചന്ദ്, അൽതാഫ് ഹുസൈൻ ഹാലി, വിഷ്ണു ശാസ്ത്രി ചിപ്ലുങ്കർ, ലക്ഷ്മിനാഥ് ബേസ് ബർവ പോലുള്ള ആൾക്കാർ. ഇനി പത്രങ്ങളിലോട്ട് വരാം. പ്രധാനമായിട്ടും പത്രങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മൾ ആരെ പറ്റി പറയണം? രാജാറാം മോഹൻ റോയെ പറ്റി പറയണം. സംവാദ കൗമുദി, മിറാത്തുൽ അക്ബർ. സംവാദ കൗമുദി ബംഗാളി, മിറാത്തുൽ അക്ബർ പേർഷ്യൻ. അതല്ലാത്ത അമൃത ബാസാർ പത്രിക ബംഗാൾ ഭാഷയിൽ, ഹിന്ദുവും ടൈംസ് ഓഫ് ഇന്ത്യയും ഇംഗ്ലീഷിൽ, മാതൃഭൂമി അല്ലമീനം മലയാളത്തിൽ. ബ്രിട്ടീഷ് എന്ത് ചെയ്തു? ചുമ്മായിരുന്നോ? ഇല്ല, അവരെന്ത് ചെയ്തു? അവരുടെ ഈ പറയുന്ന ത്രെട്ട് അവർക്ക് പണി കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ എന്ത് പറ്റി? അവർ വെർണക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവന്നു. ആര് കൊണ്ടുവന്നു? ലോർഡ് ലിട്ടൺ. അങ്ങനെ എന്ത് പറ്റി? ഇത്തരം നിയമങ്ങൾക്കെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യ പ്രൊട്ടസ്റ്റ് ചെയ്ത് അങ്ങനെ പ്രൊട്ടസ്റ്റുകൾ എന്ത് ചെയ്യാണ്? തുടങ്ങുകയാണ്. മതി, ഇതുവരെ നമ്മൾ ഇന്ന് പഠിച്ച് നിർത്തുക. സെറ്റല്ലേ? അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.